എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സഞ്ജയൻ എന്ന ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററായ ഹരിഹർ കാക്ക എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് മിഥിലേശ്വർ ആണ്. ഹരിഹർ കാക്ക, ഹരിഹർ എന്ന് വെച്ചാൽ പേര്, കാക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാച്ച എന്നും പറയും ഹിന്ദിയിൽ. ചെറിയച്ഛൻ, ഇളയച്ചൻ എന്നൊക്കെ പറയില്ലേ, അതാണ് അതിൻ്റെ അർത്ഥം കാക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഹരിഹർ കാക്ക എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ റൈറ്റർ മിഥിലേശ്വറിന് ഒരുപാട് അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും ഒരേ ഗ്രാമത്തിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ അറിയുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ ഹരിഹർ കാക്കയുടെ 2 കല്യാണങ്ങൾ കഴിഞ്ഞു. പക്ഷേ 2 ഭാര്യമാരും മരിച്ചുപോയി, കുട്ടികളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് നോക്കാൻ ആരും തന്നെയില്ല. വീട്ടിൽ ബ്രദേഴ്സൊക്കെ ഉണ്ട്, അവരുടെ ഭാര്യമാരെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ അങ്ങനെ നോക്കാനൊന്നും കെയർ ചെയ്യാനൊന്നും ആരും റെഡിയല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് അത്യാവശ്യം കൃഷിയും ലാൻഡും എല്ലാം ഉണ്ട്. പറഞ്ഞാൽ ഇത് പണ്ടത്തെ ആയതുകൊണ്ട് ആ കൃഷിയൊക്കെ തന്നെ വലിയ കാര്യമാണ്. അത്രയൊക്കെ കൃഷി ഉണ്ടെങ്കിൽ തന്നെ വലിയ ആൾക്കാരാണ്, അതൊക്കെ മതി അന്നത്തെ കാലത്ത് നന്നായിട്ട് ജീവിക്കാൻ. അപ്പോൾ എന്നിട്ടും അദ്ദേഹത്തിനെ നോക്കാനൊന്നും ആരും റെഡിയല്ല വീട്ടിലുള്ളവർ. മാത്രവുമല്ല, ധാർമ്മികമായിട്ടുള്ള രീതിയിൽ, സ്പിരിച്വലായിട്ട്, ആത്മീയമായിട്ട് ആ രീതിയിൽ നടക്കുന്ന ആ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ പറഞ്ഞാൽ അങ്ങനെയുള്ളവരൊക്കെ എന്താണ്, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഹെൽപ്പ് ചെയ്യേണ്ട ആൾക്കാരാണ്. അങ്ങനെയുള്ളവർ തന്നെ അദ്ദേഹത്തിനെ മിസ്ഗൈഡ് ചെയ്യുക, ചതിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു കഥയാണ് ഇത്. പറഞ്ഞാൽ ഇത് സർവ്വസാധാരണമായിട്ട് സമാജത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ തന്നെയാണല്ലേ. ഇപ്പോൾ ഒരുപാട് വീടുകളിലുണ്ട് അങ്ങനെ. പറഞ്ഞാൽ വയസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആരും നോക്കാനില്ലാതാവും, അങ്ങനെയൊക്കെ ഒരു കഥയാണ്. അപ്പോൾ നമ്മുടെ റൈറ്ററിന് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. പാഠ്യപുസ്തകത്തെ പ്രശ്ന അഭ്യാസ്, ഇത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങളുടെ ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആദ്യത്തെ 10 എണ്ണം, പിന്നെ അതുകൂടാതെ എക്സ്ട്രാ ഉണ്ട്, അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ കഥാവാചക് और हरिहर काका के बीच क्या संबंध है और इसके क्या कारण है. കഥാവാചക്, കഥ പറയുന്ന ആള്. ആരാണ് കഥ പറയുന്ന ആള്? നമ്മുടെ റൈറ്റർ മിഥിലേശ്വർ. അപ്പോൾ കഥ പറയുന്ന ആളും റൈറ്ററും ഹരിഹർ കാക്കയുടെയും ഇടയിൽ എന്താണ് സംബന്ധം, എന്ത് റിലേഷനാണ്? और इसका कारण क्या है, അതിൻ്റെ കാരണം എന്താണ്? ഹരിഹർ കാക്ക और കഥാവാചക് അഥവാ ലേഖക് दोनों के बीच में बड़े ही मधुर एवं ആത്മീയ സംബന്ധ थे. ഹരിഹർ കാക്കയുടെയും കഥാവാചക് ലേഖകൻ്റെയും രണ്ടുപേരുടെയും ഇടയിൽ വളരെ മധുരമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു റിലേഷൻ, സംബന്ധമായിരുന്നു. ക്യോങ്കി ദോനോ ഏക് ഹി ഗാവ് കെ നിവാസി थे. രണ്ടുപേരും ഒരേ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാരായിരുന്നു. കഥാവാചക് ഗാവ് കെ ചന്ദ് ലോഗോं का ही सम्मान करता था और उनमें ഹരിഹർ കാക്ക ഏക് थे. ഈ കഥാവാചക് അഥവാ നമ്മുടെ ലേഖകൻ ആ ഗ്രാമത്തിലെ കുറച്ച് ആൾക്കാരെ മാത്രമേ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം റെസ്പെക്റ്റ് ചെയ്യാൻ അർഹതയുള്ളവർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒരാളായിരുന്നു ഹരിഹർ കാക്ക. ഇസ്കെ നിമ്നലിഖിത് കാരൺ തേ, അതിന് ഈ താഴെ പറയുന്ന കാരണങ്ങളൊക്കെ ആയിരുന്നു. ആദ്യത്തെ, ഹരിഹർ കാക്ക കഥാവാചക് കെ പടോസി തേ. ഹരിഹർ കാക്ക ഈ ലേഖകൻ്റെ നൈബറായിരുന്നു, അയൽവാസിയായിരുന്നു. കഥാവാചക് की माँ के अनुसार हरिहर काका ने उसे बचपन में बहुत प्यार करता था. കഥാവാചക് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടതനുസരിച്ചിട്ട്, ലേഖകൻ്റെ അമ്മ പറഞ്ഞു കേട്ടതനുസരിച്ചിട്ട് ഹരിഹർ കാക്ക ഈ ലേഖകനെ ബച്പൻമേ, കുട്ടിക്കാലത്ത് വളരെയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടാവില്ല അല്ലേ, നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ ആരെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ വലുതാവണ സമയത്ത് പറയില്ലേ ചിലവർ, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ അച്ഛന്മാർ പറഞ്ഞു തരും, ഇവർ നിന്നെ എടുത്ത് നടന്നതാണ്, ഒരുപാട് സ്നേഹിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ नेक्स्ट, कथावाचक के बड़े होने पर उसकी पहली दोस्ती हरिहर काका के साथ हुई थी. ലേഖകൻ വലുതായതിനു ശേഷം ആദ്യത്തെ ഫ്രണ്ട്ഷിപ്പ് ഹരിഹർ കാക്കയോടായിരുന്നു. दोनों आपस में बहुत ही खुलकर बात करते थे. രണ്ടുപേരും തമ്മിൽ വളരെയധികം ഓപ്പണായിട്ട് അഥവാ ഖുൽക്കർ എല്ലാം തുറന്നു പറയുന്ന രീതിയിൽ ആയിരുന്നു, തുറന്ന് അങ്ങും പറയുമായിരുന്നു. नेक्स्ट क्वेश्चन, हरिहर काका को महंत और अपने भाई एक ही श्रेणी के क्यों लगने लगे. महंत എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മഠാധിപതി എന്നൊക്കെ പറയില്ലേ, മഠങ്ങൾ ആശ്രമങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവിടുത്തെ ഒരു മെയിനായിട്ടുള്ള ഒരാൾ, മഠ് കാ പ്രധാൻ അല്ലെങ്കിൽ മുഖിയ എന്നൊക്കെ പറയാം, മഠത്തിൻ്റെ അധിപതി എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു മെയിനായിട്ടുള്ള ഒരാൾ. അപ്പോൾ ഹരിഹർ കാക്കയ്ക്ക് ആ മെഹന്തും പിന്നെ തൻ്റെ സഹോദരനും ഒരേപോലെ തോന്നാൻ തുടങ്ങിയത് എന്തുകൊണ്ട്?
ഏക് ഹി ശ്രേണിക്ക്, ശ്രേണി എന്ന് വെച്ചാൽ ക്ലാസ്, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് പഠിക്കുന്ന ക്ലാസ് അല്ല, ഒരേപോലെ ഒരേ കാറ്റഗറിയിൽ ഒരേ ലിസ്റ്റിൽ വരും രണ്ടുപേരെന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെ എന്തുകൊണ്ടാണ് തോന്നിയത്. ഹരിഹർ കാക്ക ഏക് നിസന്താൻ വ്യക്തിത്തെ, നിസന്താൻ എന്ന് വെച്ചാൽ സന്താനം ഇല്ലാത്തത്, മക്കളില്ല അതിൻ്റെ അർത്ഥം. ഹരിഹർ കാക്കയ്ക്ക് മക്കളില്ലായിരുന്നു. ഉൻകെ പാസ് 15 ബീഘെ ജമീൻ ഥേ, അദ്ദേഹത്തിൻ്റെ അടുത്ത് 15 ബീഘ ലാൻഡ് ഉണ്ടായിരുന്നു. ബീഘ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റാണ്, നമ്മൾ സ്ക്വയർ ഫീറ്റ്, സ്ക്വയർ യാർഡ് അല്ലെങ്കിൽ സെൻറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ മെയിനായിട്ട് ഈ കൃഷിസ്ഥലങ്ങൾ പറയണ ഒരു യൂണിറ്റാണ് ബീഘ. പറഞ്ഞാൽ ഒരു ബീഘ എന്നൊക്കെ വെച്ചാൽ കുറേ വലിയ സ്ഥലമാണ്, ഏകദേശം ഒരു 900 എബോ അല്ലെങ്കിൽ 1000-ൻ്റെ ഉള്ളിൽ സ്ക്വയർ യാർഡ് വരും. സ്ക്വയർ ഫീറ്റ് അല്ല കേട്ടോ, സ്ക്വയർ യാർഡ് ഇനിയും വലുതാണ്. അപ്പോൾ ഒരു 900 എബോ സ്ക്വയർ യാർഡൊക്കെ വരും ഒരു ബീഘ സ്ഥലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ 15 ബീഘ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം സ്ഥലമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് 15 ബീഘ ജമീൻ ഉണ്ടായിരുന്നു. हरिहर काका के भाइयों ने पहले तो उनकी खूब देखभाल की, परंतु धीरे धीरे उनकी पत्नियों ने काका के साथ दुर्व्यवहार करना शुरू कर दिया. ഹരിഹർ കാക്കൻ്റെ ബ്രദേഴ്സ്, സഹോദരങ്ങൾ ആദ്യമൊക്കെ ആദ്യമൊക്കെ അദ്ദേഹത്തിനെ നല്ലോണം സംരക്ഷിച്ചു. ദേഖ്ഭാൽ കി, അദ്ദേഹത്തിൻ്റെ നല്ലോണം കെയർ ചെയ്തു നോക്കി. പരന്തു എന്നാൽ ധീരെ ധീരെ പതുക്കെ ഉൻകി പത്നിയോനെ, ആ സഹോദരങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സിൻ്റെ ഭാര്യമാരെല്ലാം കാക്കാക്കെ സാത്ത് ദുർവ്യവഹാർ കർണ ശുരു കർ ദിയാ താ, ഹരിഹർ കാക്കയുടെ അടുത്ത് മോശമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി. പറഞ്ഞാൽ അദ്ദേഹത്തിന് നേരെമാർഗം കെയർ ഒന്നും ചെയ്യാണ്ട്, ഭക്ഷണം ഒന്നും കൊടുക്കാതെ നേരെമാർഗം അങ്ങനെ ചെയ്യാൻ തുടങ്ങി. മെഹന്ത് കോ ജബ് യഹ് പതാ ചലാ തോ വഹ് ബെഹല പുസ്ലാക്കർ കാക്കാക്കോ ഠാക്കൂർ ബാരി ലേ ആയേ. അപ്പം മെഹന്തിന് ഈ കാര്യം മനസ്സിലായി. മെഹന്ത് ആ മഠത്തിലെ അല്ലെങ്കിൽ ആ ദേവസ്ഥാനം എന്നൊക്കെ പറയാം നമുക്ക്, അവിടുത്തെ ആൾ. അപ്പോൾ അയാൾക്കിത് മനസ്സിലായ സമയത്ത് അയാൾ എന്ത് ചെയ്ത്, ബെഹല പുസ്ലാക്കർ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ പറഞ്ഞ് പിടിപ്പിച്ചെന്നൊക്കെ പറയില്ലേ നമ്മളങ്ങനെ, വാ 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 എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഈ ഹരിഹർ കാക്കേനെ ഠാക്കൂർ ബാരി ലേ ആയ. ഠാക്കൂർ ബാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലം തന്നെയാണ്, അമ്പലം അല്ലെങ്കിൽ ദേവസ്ഥാനം എന്നൊക്കെ പറയാം. പറഞ്ഞാൽ അമ്പലവും മഠവും എല്ലാം കൂടിയൊക്കെയുള്ള ഒരു സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു സ്ഥലത്തിനെയാണ് ഠാക്കൂർ ബാരി എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഈ മെഹന്ത് ഹരിഹർ കാക്കെ. ഓർ ഉന്നെ വഹാ രഖ് കർ ഉൻകി खूब സേവാ की, എന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് സേവ ചെയ്തു, അദ്ദേഹത്തിന് നല്ലോണം നോക്കി അതിൻ്റെ അർത്ഥം. സാത്ത് ഹി ഉസ്നെ കാക്ക സെ ഉൻകി 15 ബീഘെ ജമീൻ ഠാക്കൂർ ബാരി കെ നാം ലിഖ്വാനെ കി ബാത് കി. അതിനോടൊപ്പം തന്നെ എന്താണ് പറഞ്ഞത്, കാക്കയോട് അദ്ദേഹത്തിൻ്റെ ആ 15 ബീഘ ലാൻഡ് ഈ ഠാക്കൂർ ബാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മഠോ അമ്പലോ ഒക്കെ കൂടി ചേർന്ന ഒരു പ്രദേശം, ദേവസ്ഥാനം എന്ന് പറയാം നമുക്ക് കേട്ടോ, അതിൻ്റെ പേരിൽ എഴുതി വെക്കാൻ പറഞ്ഞു. അതിനാണ് ഇയാളെ കൊണ്ടുപോയി അവിടെ നല്ലോണം സേവ ചെയ്തത്, അതിൻ്റെ പേരിൽ എഴുതി വെക്കാൻ പറഞ്ഞു. കാക്കാനെ ജബ് ऐसा करने से मना किया तो മെഹന്ത് ने उन्हें मार पीट कर जबरदस्ती कागज़ों पर अंगूठा लगवा दिया. അപ്പോൾ ഹരിഹർ കാക്ക അത് കേട്ടില്ല, അത് നിഷേധിച്ചു, മനാ കർ ദിയ. നിഷേധിച്ചപ്പോൾ മെഹന്ത് എന്താ ചെയ്തത്, ഉനി മാർ പീറ്റ് കർ, ഹരിഹർ കാക്കയെ നല്ല അടിച്ച്, ജബർദസ്തി എന്ന് വെച്ചാൽ ഫോഴ്സിബിളി, വളരെ ഫോഴ്സ് ചെയ്ത് കാഗസോം പർ അങ്കൂട്ട ലഗ്വാ ദിയ, പേപ്പറുകളിൽ അദ്ദേഹത്തിൻ്റെ തമ്പ് ഇംപ്രഷനൊക്കെ വെപ്പിച്ചു. ഇസ് ബാത് പർ ദോനോ പക്ഷോ മേ ജം കർ ജഗഡ ഹുവ. അപ്പോൾ ഈ കാര്യത്തിൽ രണ്ട് പക്ഷങ്ങളുടെ ഇടയിൽ നല്ല ഫൈറ്റിംഗ് ആയി, നല്ല വഴക്കായി. ആരാണ് ഈ രണ്ട് പക്ഷങ്ങൾ, ഒന്ന് ഈ ദേവസ്ഥാനത്തെ മെഹന്തും പിന്നെ കൂട്ടരും, പിന്നൊന്നാരാണ് ഹരിഹർ കാക്കയുടെ സഹോദരങ്ങളും ആ ഫാമിലിയിലുള്ള ആൾക്കാർ. അങ്ങനെ രണ്ട് പക്ഷം, രണ്ടും ഒരേപോലെ തന്നെ അല്ലേ. दोनों ही पक्ष स्वार्थी थे, രണ്ട് പക്ഷങ്ങളും സ്വാർത്ഥികൾ തന്നെയായിരുന്നു, സെൽഫിഷ് ആയിരുന്നു. വേ ഹരിഹർ കാക്കോ സുഖ് നഹി ദുഃഖ് ദേനെ പർ ഉതാരു थे, അവർ രണ്ട് പക്ഷങ്ങളും ഹരിഹർ കാക്കയ്ക്ക് സുഖം കൊടുക്കാനല്ല ദുഃഖം കൊടുക്കാൻ റെഡിയായിരിക്കുന്ന ആൾക്കാരായിരുന്നു. ഉൻകാ ഹിത് നഹി അഹിത് കർണിക്ക് പക്ഷമേ थे, അദ്ദേഹത്തിന് ഹിതമായിട്ടുള്ളത് പറഞ്ഞാൽ യോജിച്ചത്, വേണ്ടത്, ഇഷ്ടമുള്ളത് അല്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത പറഞ്ഞാൽ അദ്ദേഹത്തിന് യോജിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. दोनों का लक्ष्य ज़मीन हथियाना था, രണ്ട് പക്ഷത്തിൻ്റെയും ലക്ഷ്യം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ലാൻഡ് എടുക്കുക, അതെല്ലാം ഇവർ കൈക്കലാക്കുക എന്നുള്ളതായിരുന്നു. ഹത്തിയാന എന്ന് വെച്ചാൽ ടു ഗ്രാബ്, ഹടപ്പന എന്നൊക്കെ പറയാം, അദ്ദേഹത്തിൻ്റെ ലാൻഡ് കൈക്കലാക്കുക, അതാണ് രണ്ട് പക്ഷത്തിൻ്റെയും ടാർഗറ്റ്. इसके लिए दोनों ने ही काका के साथ छल व बल का प्रयोग किया. അതിനുവേണ്ടി ഈ രണ്ട് പക്ഷത്തിലുള്ള ആൾക്കാരും ഈ ഹരിഹർ കാക്കയുടെ അടുത്ത് ഛൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചന,
വഞ്ചന, ചതി, പിന്നെ ബൽ പറഞ്ഞാൽ ഫോഴ്സ് ചെയ്യുക, അങ്ങനെയുള്ള പ്രയോഗങ്ങളെല്ലാം ചെയ്തു. ഇസി കാരണം ഹരിഹർ കാക്കോ അപ്പനെ ഭായി ഓർ മെഹന്ത് ഏക് ഹി ശ്രേണിക്ക് ലഗ്നെ ലഗെ. അപ്പം രണ്ട് സൈഡുള്ള ആൾക്കാരും ചെയ്തത് ഒരേപോലത്തെ കാര്യങ്ങളായിരുന്നു. അതിൻ്റെ രണ്ടുപേരുടെയും പിന്നെ ടാർഗറ്റും എന്താണ്, ഇയാളുടെ കയ്യിലുള്ള ലാൻഡ് വേണം. അതുകൊണ്ടാണ് ഹരിഹർ കാക്കയ്ക്ക് തൻ്റെ സഹോദരങ്ങളും മെഹന്തും ഒരേ ലിസ്റ്റിലുള്ള പോലെ തോന്നിയത്. അടുത്ത क्वेश्चन, ठाकुर बारी के प्रति गाँव वालों के मन में अपार श्रद्धा के जो भाव है उससे उनकी किस मनोवृत्ति का पता चलता है? ठाकुर बारी के प्रति, ആ ദേവസ്ഥാനം, അവിടെയുള്ള ആ അമ്പലം പറഞ്ഞില്ലേ, ആ ദേവസ്ഥാനത്തിനോട് ഗാവ് വാലോ കെ മൻമേ, ആ ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ മനസ്സിൽ അപാര ശ്രദ്ധ കെ ജോ ഭാവ് ഹെ, വളരെ അപാരമായിട്ടുള്ള ശ്രദ്ധ, അതിൻ്റെ അർത്ഥം ഭക്തിയായുള്ള ആ ഭാവം ഉണ്ടായിരുന്നു. ഉസ്സേ ഉൻകി കിസ് മനോവൃത്തി കാ പത്ത ചൽത്ത ഹെ, അതിൽ നിന്ന് നമ്മൾക്ക് അവരുടെ എങ്ങനെയുള്ള മനസ്സിൻ്റെ സ്ഥിതിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പറഞ്ഞാൽ അവിടെ ഉള്ള ആ ഗ്രാമവാസികൾക്ക് വളരെയധികം വിശ്വാസമായിരുന്നു എന്നർത്ഥം. അപ്പം നമുക്കതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ठाकुर बारी के प्रति गाँव वालों के मन में अपार श्रद्धा के जो भाव है, ക്വസ്റ്റ്യനിലുള്ള അതേ തന്നെയാണ്. ഉൻസേ ഉൻകി ഠാക്കൂർ ജി കെ പ്രതി ഭക്തി ഭാവന. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ഗ്രാമവാസികൾക്ക് ആ അമ്പലത്തിലുള്ള പിന്നെ ആ ദൈവത്തിന് ഉള്ള ആ ഭക്തിയുടെ ഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉൻകി ഠാക്കൂർ ജി കെ പ്രതി, ആ ഠാക്കൂർ ജി എന്ന് വെച്ചാൽ അവിടെയുള്ള പ്രതിഷ്ഠ, അവിടെയുള്ള ഭഗവാൻ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഠാക്കൂർ ജി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കൃഷ്ണ ഭഗവാനെയൊക്കെയാണ് പറയുക കേട്ടോ. അപ്പോൾ അവിടെയുള്ള ആ ഭഗവാനോട് ഉള്ള ഭക്തിഭാവന, പിന്നെ ആസ്തികത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരനിൽ വിശ്വാസം, അതാണ് ആസ്തികത എന്ന് വയ്ക്കുക. പറഞ്ഞാൽ ആസ്തിക് നാസ്തിക് ഓപ്പോസിറ്റ്, ഈശ്വരനിൽ വിശ്വാസം ഇല്ലാത്തവരെ നമ്മൾ നാസ്തിക് എന്ന് പറയും. അപ്പോൾ ആ വിശ്വാസവും പ്രേം തഥാ വിശ്വാസ് കോ പതാ ചൽത്താ ഹേ, ആ സ്നേഹവും വിശ്വാസവും എല്ലാമാണ് അതിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിശ്വാസ് കാ പതാ ചൽത്താ ഹേ കൂടുതൽ നന്നായിരിക്കും കേട്ടോ, കോ അല്ല. വേ അപ്പനെ പ്രത്യേക കാര്യക്ക് സഫലത കാ കാരണം ഠാക്കൂർ ജി കി കൃപ കോ മാൻതേ തേ, അവിടെയുള്ള എല്ലാ ആൾക്കാരും അവരുടെ ഓരോ കാര്യങ്ങളിലും അവർക്ക് വല്ല സഫലതകൾ കിട്ടുന്നുണ്ടെങ്കിൽ, അവർ സക്സസ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ഈശ്വരൻ്റെ കാരണമാണ്, ഈശ്വരൻ്റെ കൃപയാലാണ് എന്ന് വിശ്വസിച്ചു പോകുന്നു. नेक्स्ट क्वेश्चन, अनपढ़ होते हुए भी हरिहर काका दुनिया की बेहतर समझ रखते हैं, कहानी के आधार पर स्पष्ट कीजिए. അൺപढ़് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാത്ത ആൾ, ഇല്ലിറ്ററേറ്റ് ആയിട്ട് കൂടി ഹരിഹർ കാക്കയ്ക്ക് ദുനിയാക്കി ബെഹത്തർ സമജ് രക്തേ ഹെ, ലോകത്തിനെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ബെഹത്തർ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ, സമജ് രക്തേ ഹെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കഥയുടെ ബേസിൽ അതിനെ സ്പഷ്ടമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. अनपढ़ होते हुए भी हरिहर काका दुनिया की ബെഹത്തർ സമജ് രക്തേ ഹേ, ഇല്ലിറ്ററേറ്റ് ആയിട്ടും കൂടി നല്ലോണം ലോകത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം. വേ ജാൻതേ ഹേ കി ജബ് തക് ഉൻകി ജമീൻ ജായദാദ് ഉൻകെ പാസ് ഹേ തബ് തക് സഭി ഉൻകാ ആദർ കർത്തേ ഹേ, അദ്ദേഹത്തിന് അറിയാമായിരുന്നു എപ്പോൾ വരെ ഉൻകി ജമീൻ ജായദാദ്, അദ്ദേഹത്തിൻ്റെ ലാൻഡും പ്രോപ്പർട്ടിയും ഒക്കെ ഉൻകെ പാസ് ഹേ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടാവുമോ അതുവരെയേ അദ്ദേഹത്തിന് ആദരവ് കിട്ടുള്ളൂ, അഥവാ ജനങ്ങൾ ആദരിക്കുള്ളൂ. ഉൻകാ ആദർ കർത്തേ ഹേ, അദ്ദേഹത്തിനെ ആദരിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ठाकुर बारी के महंत उनको इसलिए समझाते हैं क्योंकि वह उनकी ज़मीन ठाकुर बारी के नाम करवाना चाहते हैं. ആ ഠാക്കൂർ ബാരി, ആ ദേവസ്ഥാനത്തിൻ്റെ ആ മെഹന്ത്, അയാളും അദ്ദേഹത്തിനെ മനസ്സിലാക്കിപ്പിക്കുമായിരുന്നു. സംജാത്തേ ഹെ, അദ്ദേഹത്തിനെ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. ആരെ? ഹരിഹർ കാക്കെ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഉൻകി ജമീൻ ഠാക്കൂർ ബാരിക്ക് നാം കർവാന ചാത്തേ തെ, അദ്ദേഹത്തിൻ്റെ ലാൻഡ് മുഴുവനും ഈ ഠാക്കൂർ ബാരി, ഇദ്ദേഹത്തിൻ്റെ ആ ദേവസ്ഥാനോ ട്രസ്റ്റോ മഠോ അതിൻ്റെ പേരിൽ എഴുതിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഉൻകെ ഭായി ഉൻക ആദർ സത്കാർ ജമീൻ കെ കാരൺ കർത്തേ ഹെ, അദ്ദേഹത്തിൻ്റെ സഹോദരനും എന്താണ് ഇദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഈ ലാൻഡും പ്രോപ്പർട്ടിയൊക്കെ കണ്ടിട്ടാണ് ഇദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ടായിരുന്നത്. ഹരിഹർ കാക്ക ऐसे कई लोगों को जानते हैं, ഹരിഹർ കാക്കയ്ക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ അറിയാം. എങ്ങനെയുള്ള? ജിനോനെ അപ്നെ ജീത്തെ ജി അപ്ന ജമീൻ കിസി ഓർ കെ നാം ലിഖ് ദി തി, എങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ പിന്നെ ലാൻഡും പ്രോപ്പർട്ടിയും എല്ലാം മറ്റുള്ളവരുടെ പേരിൽ എഴുതി കൊടുത്തു. ബാദ് മേ ഉൻക ജീവൻ നരക് ബൻ ഗയാ താ, അതിനുശേഷം ഈ എഴുതി കൊടുത്തവരാരോ വെച്ചാൽ അവരുടെ ജീവിതം നരകമായി മാറിയിരുന്നു. വേ നഹി ചാത്തേ ഥേ കി ഉൻകെ സാത്ത് ബി ഐസാ ഹോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തും അതുപോലെ ആകരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം എഴുതി വയ്ക്കാതിരുന്നത്.
नेक्स्ट क्वेश्चन, हरिहर काका को जबरन उठा ले जाने वाले कौन थे, उन्होंने उनके साथ कैसा बर्ताव किया? ഹരിഹർ കാക്കയെ ജബ്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ചെയ്തിട്ട് ഫോഴ്സിബിളി പൊക്കിക്കൊണ്ടുപോയവർ ആരാണ് അങ്ങനെ ചെയ്തത്? ഉന്നോനെ ഉൻകെ സാത്ത് കേസാ ബർത്താവ് കിയ, അവർ അദ്ദേഹത്തിനോട് എങ്ങനെ പെരുമാറി? ബർത്താവ് കർണ എന്ന് വെച്ചാൽ പെരുമാറുക, ബിഹേവ് ചെയ്യുക. महंत के संकेत पर ठाकुर बारी के साधु संत हरिहर काका को उठाकर ले गए थे. മെഹന്ത് പറഞ്ഞതനുസരിച്ച്, സങ്കേത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞതനുസരിച്ചിട്ട്, പറഞ്ഞാൽ അയാൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് ഠാക്കൂർ ബാരിക്ക് സാധു സന്ത്, ഠാക്കൂർ ബാരിയിലെ അവിടുത്തെ ദേവസ്ഥാനത്തെ സന്യാസിമാർ ഹരിഹർ കാക്കയെ പൊക്കിക്കൊണ്ടുപോയി. पहले उन्हें समझा बुझाकर सादे कागज पर अंगूठे का निशान लेने का प्रयास किया. ആദ്യം അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി, ഹരിഹർ കാക്കയെ പറഞ്ഞ് മനസ്സിലാക്കി. സംജാ ബുജാന എന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കി. സാദേ കാഗസ് പർ എന്ന് വെച്ചാൽ പ്ലെയിൻ പേപ്പറിൽ അങ്കൂട്ടേ കാ നിഷാൻ ലേനെ കാ പ്രയാസ് കിയാ था. അദ്ദേഹത്തിൻ്റെ തമ്പ് ഇംപ്രഷൻ വെപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. സഫലത ന മിൽനെ പർ, പക്ഷെ അദ്ദേഹം ചെയ്തില്ല. അങ്ങനെ ആയ സമയത്ത് എന്താണ്, ജബർദസ്തി എന്ന് വെച്ചാൽ ഫോഴ്സിബിളി തന്നെയാണ്. പിന്നെ ജബർദസ്തി പിടിച്ച് ഫോഴ്സായിട്ട് പിടിച്ചിട്ട് നിഷാൻ ലേക്കർ ഹാത്ത് പാവ് ഓർ മുഹ് ബാന്ദ് കർ ഉനെ കമറേ മേ ബന്ദ് കർ ദിയാ താ. അദ്ദേഹത്തിനെ പിടിച്ച് അമർത്തി ചെയ്യിപ്പിച്ച് നിഷാൻ ലേക്കർ അടയാളം എടുത്ത് പിന്നെ കയ്യും കാലും മുഖവും ഒക്കെ കെട്ടി റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ടു. नेक्स्ट क्वेश्चन, हरिहर काका के मामले में गांव वालों की क्या राय थी और उसके क्या कारण थे? ഹരിഹർ കാക്കയുടെ കാര്യത്തിൽ ഗ്രാമവാസികളുടെ അഭിപ്രായം എന്തായിരുന്നു? റായ് എന്ന് വെച്ചാൽ ഒപ്പീനിയൻ, അഭിപ്രായം. और उसके क्या कारण थे, അതിൻ്റെ കാരണങ്ങൾ എന്തായിരുന്നു? ഹരിഹർ കാക്ക के मामले में गांव के लोगों के दो वर्ग बन गए थे. ഹരിഹർ കാക്കയുടെ കാര്യത്തിൽ ഗ്രാമത്തിലെ ജനങ്ങൾ രണ്ട് പക്ഷത്തിലായിരുന്നു, രണ്ടായിട്ട് ഡിവൈഡായി. दोनों ही पक्ष के लोगों की अपनी अपनी राय थी. രണ്ട് പക്ഷത്തിലുള്ള ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പറയാൻ. ആദ്യ ലോക് പരിവാർ വാലോം കെ പക്ഷമേ തേ, പകുതി ആൾക്കാർ ആ ഫാമിലിയുടെ പക്ഷത്തിലായിരുന്നു സംസാരിച്ചത്. ഉൻകാ കഹനാ था कि കാക്ക की जमीन पर हक तो उनके परिवार वालों का बनता है. കുറച്ച് ആൾക്കാർ എന്താ പറഞ്ഞത്, ഈ കാക്കയുടെ ജമീനിലെ ലാൻഡിൻ്റെ അധികാരം, ഹക്ക് എന്ന് വെച്ചാൽ അധികാരം അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് തന്നെയല്ലേ. കാക്കാക്കോ അപ്നി ജമീൻ ജായദാദ് അപ്നി ഭായിയോं के नाम लिख देनी चाहिए. അതുകൊണ്ട് ഹരിഹർ കാക്കയ്ക്ക് തൻ്റെ പിന്നെ ലാൻഡും പ്രോപ്പർട്ടിയും എല്ലാം തൻ്റെ സഹോദരങ്ങളുടെ പേരിൽ എഴുതി വെക്കണമായിരുന്നു. ऐसा न करना अन्याय होगा, അങ്ങനെ ചെയ്യാത്തത് അന്യായമായിരിക്കും എന്ന് ഒരു പക്ഷം പറഞ്ഞു. ദൂസരെ പക്ഷ കെ ലോഗോं का मानना था कि ഇനി ഒരു പക്ഷത്തിൻ്റെ പറച്ചിൽ എന്തായിരുന്നു, മെഹന്ത് ഹരിഹർ की ज़मीन उनको मोक्ष दिलाने के लिए लेना चाहता है. മെഹന്ത് ഹരിഹർ കാക്കയുടെ പിന്നെ ലാൻഡ് പിന്നെ എടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉनको മോക്ഷ ദിലാനെ കെ ലിയെ, അദ്ദേഹത്തിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്, ഹരിഹർ കാക്കയ്ക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് മെഹന്ത് അങ്ങനെ തീരുമാനിക്കുന്നത് എന്നാണ് ഇനിയൊരു പക്ഷത്തിൻ്റെ പറച്ചിൽ. അതിൻ്റെ അർത്ഥം എന്താണ്, അപ്പോൾ മെഹന്ത് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആ ദേവസ്ഥാനത്തിലേക്കോ ആ ട്രസ്റ്റിലേക്കോ അല്ലെങ്കിൽ ആശ്രമോ മഠത്തിലേക്കോ പോവും. അപ്പോൾ അത് ദൈവത്തിൻ്റെ പേരിൽ പോകുന്നത് കൊണ്ട് അയാൾക്ക് മോക്ഷം കിട്ടും എന്നൊക്കെയാണ് പറച്ചിൽ. കാക്കാക്കോ അപ്പനി ജമീൻ ഠാക്കൂർജിക്ക് നാം ലിഖ് ദേനി ചെയ്യേ. അതുകൊണ്ട് കാക്കയ്ക്ക് തൻ്റെ ലാൻഡെല്ലാം ഠാക്കൂർജിയുടെ പേരിൽ എഴുതണം. ഠാക്കൂർജി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രതിഷ്ഠ, ഈശ്വരൻ്റെ പേരിൽ എഴുതണം. ഇസ്സെ ഉൻകാ നാം യാ യശ് ബി ഫൈലേഗ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരും പിന്നെ പ്രശസ്തിയും എല്ലാം കൂടുകയും ചെയ്യും. പ്രശസ്തി കിട്ടും അദ്ദേഹത്തിന്. യശ് എന്ന് വെച്ചാൽ പ്രശസ്തി. और उन्हें सीधे വൈകുണ്ഠ की പ്രാപ്തി होगी. അദ്ദേഹത്തിന് നേരെ വൈകുണ്ഠം പ്രാപ്തിയാകും, വൈകുണ്ഠം കിട്ടും. അതിൻ്റെ അർത്ഥം നമ്മൾ നേരെ സ്വർഗത്തിൽ പോകും എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇസ് പ്രകാർ ജിത്നെ മുഹത്തെ ഉത്നി ബാത്തേ ഹോനെ ലഗേ. ഈ പ്രകാരം എത്ര വായകളുണ്ടോ അത്രയും കാര്യങ്ങൾ, അത്രയും വർത്തമാനങ്ങളും പറയാൻ തുടങ്ങി. പറഞ്ഞാൽ ഓരോ വായ ഓരോ കാര്യങ്ങൾ. പ്രത്യേക അപ്പന മത്ത് ത, ഓരോരുത്തരുടെയും തൻ്റേതായിട്ടുള്ള ബുദ്ധിയായിരുന്നു. അപ്പന മത്ത് എന്ന് വെച്ചാൽ ബുദ്ധി. പറഞ്ഞാൽ ഓരോരുത്തരുടെ അവരവരുടെ ബ്രെയിൻ അനുസരിച്ച് അവർ സംസാരിച്ചു. ഇൻ സബ്കോ എ കാരൺ था कि ഹരിഹർ കാക്ക വിധൂർ തെ. ഇവരുടെ എല്ലാവരുടെയും മെയിനായിട്ടുള്ള ഇനിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഹരിഹർ കാക്ക വിധൂർ തെ. വിധൂർ എന്ന് വെച്ചാൽ വിഡോവർ എന്ന് പറയില്ലേ, നമ്മൾ ഭാര്യ മരിച്ചിട്ടുള്ള ആളെ നമ്മൾ വിഡോവർ എന്ന് പറയും. ഭർത്താവ് മരിച്ച സ്ത്രീനെ നമ്മൾ വിഡോ എന്ന് പറയില്ലേ, അപ്പോൾ അതിൻ്റെ നേരെ വിഡോവർ, WIDOWER.
അങ്ങനെ ഒരാളായിരുന്നത് കൊണ്ട് ആണ്, ആ കാരണം കൂടി ആണ്. ഓർ ഉൻകി അപ്നി കോയി സന്താൻ തി, പിന്നെന്താണ്, അദ്ദേഹത്തിന് മക്കളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ്, ഭാര്യയും ഇല്ല മക്കളും ഇല്ല, അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത്, വായി തോന്നിയത്. ജോ ഉൻക ഉത്തരാധികാരി ബൻത, അദ്ദേഹത്തിൻ്റെ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഉത്തരാധികാരികളും ആരുമില്ല. അപ്പോൾ അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ പറയാനൊന്നും ആരും വരില്ല. 15 ബീഘെ ജമീൻ കെ കാരൻ ഇൻ സബ് കാ ലാലച്ച് സ്വാഭാവികത, 15 ജമീൻ, 15 ബീഘ ലാൻഡിൻ്റെ കാരണത്താൽ ഇവരെല്ലാം പറയണത് എന്താണ്, ഇവരുടെ എല്ലാം ഈ അത്യാഗ്രഹം സ്വാഭാവികം തന്നെയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കഹാനി കെ ആധാർ पर स्पष्ट कीजिए कि लेखक ने यह क्यों कहा. ഈ കഥയെ ബേസ് ചെയ്തിട്ട് ഇത് വ്യക്തം പറഞ്ഞിരിക്കുകയാണ്, ലേഖകൻ ഇങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിനെ ബേസ് ചെയ്തിട്ട് പറയണം. അജ്ഞാൻ കി സ്ഥിതി മേ ഹി മനുഷ്യ മൃത്യു സെ ഡർത്തെ ഹെ. അജ്ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിവില്ലായ്മ, ജ്ഞാനം ഇല്ലാത്തത്. അപ്പോൾ അറിവില്ലാത്ത അവസ്ഥയിലാണ് മനുഷ്യൻ മരണത്തിനെ ഭയപ്പെടുന്നത്. ജ്ഞാൻ ഹോനെ കെ ബാദ് തോ ആദ്മി ആവശ്യകത പഠനെ पर मृत्यु को वरण करने के लिए तैयार हो जाता है. ജ്ഞാൻ ഹോനെ കെ ബാദ്, അറിവുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, അറിവ് നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ആവശ്യകത പഠനെ पर, ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ മൃത്യുക്കു വരൺ കർണെ കെ ലിയെ, മൃത്യുവിനെ വരിക്കാൻ കൂടി തയ്യാറാകുന്നതായിരിക്കും. പറഞ്ഞാൽ വരിക്കാന്ന് വെച്ചാൽ മൃത്യുവിനെ സ്വീകരിക്കാൻ, മരണത്തിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നതായിരിക്കും. അറിവ് നേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് പേടിയുണ്ടാവില്ല. അങ്ങനെ ലേഖകൻ പറയാൻ കാരണം എന്താണ്? लेखक ने यह इसलिए कहा है क्योंकि अज्ञान की ही स्थिति में अर्थात सांसारिक आसक्ति या नश्वर संसार के सुख की इच्छा के कारण ही മനുഷ്യ മൃത്യു സെ ഡർത്തെ ഹെ. ലേഖകൻ ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ അജ്ഞാൻ കി ഹി സ്ഥിതി മേ, അജ്ഞാനത്തിൻ്റെ സ്ഥിതിയിൽ തന്നെയാണ്, അതിൻ്റെ അർത്ഥം അറിവില്ലായ്മയുടെ ആ അവസ്ഥയിൽ, അർത്ഥാത്ത് മീൻസ് ആ അവസ്ഥയിൽ തന്നെയാണ്. പറഞ്ഞാൽ അറിവില്ലാത്ത അവസ്ഥയെ എങ്ങനെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, സാംസാരിക ആസക്തി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫിസിക്കലായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ്, പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൾക്കാർ, നമ്മുടെ സാധനങ്ങൾ, അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് പറയില്ലേ, അതാണ് സാംസാരിക് ആസക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ ഇത് നമ്മുടെയാണ്, അത് നമ്മുടെയാണ് എന്നൊക്കെ പറയില്ലേ, അത് അങ്ങനെ. അല്ലെങ്കിൽ നശ്വർ സംസാർമേ, നശ്വർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർട്ടൽ, നശിക്കാവുന്നത്, എപ്പോഴും നശിക്കാൻ സാധ്യതയുള്ള ഈ ലോകത്തിലെ സുഖ് കി ഇച്ഛാക്കെ കാരൻ, അങ്ങനെയുള്ള ഈ ലോകത്ത് പറഞ്ഞാൽ എപ്പോഴും നശിക്കാൻ സാധ്യതയുള്ള ഈ ലോകത്തിലെ ആ സുഖത്തിൻ്റെ ആഗ്രഹിച്ചുകൊണ്ട്, ആ സുഖത്തിനെ ആഗ്രഹിക്കുന്ന കാരണത്താൽ മനുഷ്യൻ മൃത്യുസെ ഡർത്തെ ഹെ, മരണത്തിനെ പേടിക്കുന്നു. പറഞ്ഞാൽ നമുക്ക് ഈ സാംസാരിക ആസക്തി എന്ന് പറഞ്ഞാൽ അതല്ലാതെ യാതൊരു അറ്റാച്ച്മെൻറ്റും അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, പേടിക്കില്ല മരണത്തിനെ എന്നാണ് പറയുന്നത്. ജബ് ഉനെ യഹ് ജ്ഞാൻ ഹോ ജാത്താ ഹെ, മനുഷ്യർക്ക് എപ്പോഴാണോ ഈ അറിവ് നേടാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ അറിവ് വരുന്നത്, കി എന്തെന്നാൽ മൃത്യു തോ അഠൽ സത്യ ഹെ, മരണം എന്നുള്ളത് അഠൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫേം ആയിട്ടുള്ള പക്ക, പറഞ്ഞാൽ ജോ ഠൽത്ത നഹി, ഠൽത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇളകുക, എന്തെങ്കിലും ഡിസ്റ്റർബ് ആവുക, പറഞ്ഞാൽ ഇളകില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, പക്ക ആയിട്ടുള്ള ഒരു സത്യമാണ് മരണം എന്നുള്ളത്. ക്യോങ്കി ജോ ഇസ് ധർത്തി പർ ജന്മം ലേത്താ ഹെ ഉസ്കി മൃത്യു തോ നിശ്ചിത് ഹെ. ആര് ഈ ഭൂമിയിൽ ജന്മം എടുക്കുന്നുവോ അവരുടെ മരണവും ഒരു ദിവസം നിശ്ചിതമാണ്. തഥാ ജബ് യഹ് ശരീർ ജീർണ ശീർണ ഹോ ജാത്താ ഹെ, പിന്നെ അതുകൂടാതെ ഈ ശരീരം ജീർണിച്ചു പോകുന്ന സമയത്ത് तो इस मृत्यु के माध्यम से प्रभु हमें नया शरीर और नया जीवन देते हैं. നമ്മുടെ ഈ ശരീരം മരിച്ച് ജീർണിച്ചു പോകുന്ന സമയത്ത് പ്രഭു, ഈശ്വരൻ, നമുക്ക് നമ്മളുടെ ഈ മരണത്തിൻ്റെ ത്രൂ അതിൽ കൂടി നമുക്ക് എന്താണ്, നമുക്ക് പുതിയ ശരീരവും പുതിയ ജീവനും ഒക്കെ തരുന്നു. പറഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെയാണ് മനുഷ്യർ വിശ്വസിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, തബ് വെ മൃത്യു സെ ഘബറാത്തെ നഹി ഡർത്തെ നഹി. അപ്പോൾ നമുക്ക് എന്താണ്, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരെന്താണ് വിചാരിക്കുക, നമ്മൾ മരണത്തോട് നമുക്കൊരു പരിഭ്രമവും പേടിയും ഒന്നുമില്ല. ബൽക്കി മൃത്യു ആനെ പർ ഉസ്കാ സ്വാഗത് കർത്തെ ഹെ. അത് മാത്രമല്ല, നമ്മൾ മരണം വരുന്ന സമയത്ത് അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അർത്ഥാത് ഉസ്കാ വരൺ കർത്തെ ഹെ, അതിൻ്റെ അർത്ഥം എന്താണ്, അതിനെ വരിക്കുന്നു അഥവാ അതിനെ സ്വീകരിക്കുന്നു. नेक्स्ट क्वेश्चन, समाज में रिश्तों की क्या अहमियत है, इस विषय पर अपने विचार प्रकट कीजिए. സമാജത്തിൽ അഥവാ സൊസൈറ്റി, സമൂഹത്തിൽ റിസ്തോങ്കി, റിലേഷൻസിൻ്റെ പറഞ്ഞാൽ ബന്ധങ്ങളുടെ എന്ത് വാല്യൂ ആണ് ഉള്ളത്, അഹമിയത്ത്, എന്ത് വാല്യൂ ആണുള്ളത്, എന്ത് വിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്, ഈ വിഷയത്തിൽ നിങ്ങളുടെ സ്വന്തം തോട്ട്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്.
आज समाज में मानवीय मूल्य तथा पारिवारिक मूल्य धीरे धीरे समाप्त होते जा रहे हैं. ഇന്ന് സമാജത്തിൽ മാനവീയ മൂല്യ മനുഷ്യരുടെ വിലകൾ പറഞ്ഞാൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും അങ്ങനെയുള്ള വിലകളും പാരിവാരിക് മൂല്യ ഫാമിലിയും തമ്മിലുള്ള അടുപ്പങ്ങളും ബന്ധങ്ങളും ഉള്ള അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ധീരെ ധീരെ പതുക്കെ സമാപ്ത ഹോത്തേ ജാ രഹേ ഹേ ഇല്ലാതായി വരുവാണത്. അതെല്ലാം കഴിയുന്നു, അതിൻ്റെ അർത്ഥം ഇല്ലാതായി വരുന്നു. ज़्यादातर व्यक्ति अपने स्वार्थ के लिए रिश्ते नाते निभाते हैं. അധികം മനുഷ്യരും എന്താണ് അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് റിശ്ते നാത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. പറഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് അതിൻ്റെ വില കൽപ്പിച്ചിട്ട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല എന്നർത്ഥം. अब रिश्तों से ज़्यादा रिश्तेदार की कामयाबी और स्वार्थ सिद्धि की अहमियत है. ഇപ്പോൾ ബന്ധങ്ങളെക്കാളും കൂടുതൽ ബന്ധുക്കളുടെ കാമ്യാബി അഥവാ അവരുടെ സക്സസ്സും പിന്നെ സ്വാർത്ഥതയും ആണ് സിദ്ധിക്ക് അഹമിയത്ത് ഹെ. അപ്പോൾ അവരുടെ സ്വാർത്ഥത കിട്ടാനുള്ളതും അവരുടെ സക്സസ്സും അതൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അഹമിയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിലയുള്ളത്, ഇമ്പോർട്ടൻസ് ഉള്ളത്. സിദ്ധി എന്നാണ് കേട്ടോ, അത് സി ദാ എന്നുള്ളത് ദവാത്ത് എന്നുള്ള ദാവും പിന്നെ ഈ എഴുതിയിരിക്കുന്ന ദാ കുഞ്ഞിതായിട്ട് അടിയിൽ എഴുതുക, സിദ്ധി. റിസ്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങൾ, റിലേഷൻസ്. റിസ്തേദാർ എന്ന് വെച്ചാൽ ബന്ധുക്കൾ, റിലേറ്റീവ്സ്. അപ്പോൾ ബന്ധങ്ങളെക്കാളും കൂടുതൽ ബന്ധുക്കളുടെ സക്സസ്സും അവരുടെ സ്വാർത്ഥതയ്ക്കും ആണിപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നർത്ഥം. റിസ്തേ ഹി ഉസെ അപ്നെ പരായമേ അന്തർ കർണേക്ക് പെഹചാൻ കർവാത്തേ ഹേ. ഈ ബന്ധങ്ങൾ തന്നെയാണ് അവരുടെ ഇടയിൽ അപ്നെ പരായെ, അപ്നെ എന്ന് വെച്ചാൽ നമ്മളുടെ സ്വന്തം, പരായ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ. അപ്പോൾ നമ്മളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്നൊക്കെയുള്ള ആ വ്യത്യാസങ്ങളുടെ തിരിച്ചറിവ് കാണിക്കുന്നതും ഈ റിലേഷൻസ് ഒക്കെ തന്നെയാണ്. रिश्तों के द्वारा व्यक्ति की समाज में विशेष भूमिका निहित होती है. ഇതിൽ നീരിത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല കേട്ടോ, അതെന്തോ ബൈ മിസ്റ്റേക്ക്, അതെന്തോ ശരിയല്ല അത്. അപ്പോൾ റിശ്തോं के द्वारा व्यक्ति की समाज में विशेष भूमिका होती है എന്ന് മതി കേട്ടോ, അത് കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റും ആ വേർഡ്. അപ്പോൾ റിശ്തों के द्वारा എന്ന് വെച്ചാൽ ബന്ധങ്ങളിൽ കൂടി വ്യക്തിക്ക് സമാജ് മേ വ്യക്തികളുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ സമാജത്തിൽ വിശേഷ ഭൂമിക ഹോത്തി ഹെ, ഒരു പ്രത്യേക റോള് ഉണ്ടാവും അല്ല. റിലേഷൻ വെച്ചിട്ട് ഒരു പ്രത്യേക റോൾ ഉണ്ടാവില്ല. അവരുടെ മകളാണ് അല്ലെങ്കിൽ ഇവരുടെ മകനാണ് അല്ലെങ്കിൽ ഇവരുടെ അമ്മയാണ് ഇവരുടെ പെങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. റിശ്തേ ഹി സുഖ് ദുഃഖ് മേ കാമാത്തേ ഹെ. ഈ റിലേഷൻസ് തന്നെയാണ് നമ്മൾക്ക് സുഖത്തിലും ദുഃഖത്തിലും പണിക്ക് വരുന്നത്. യഹ ദുഃഖ് കി ബാത് ഹെ കി ആജ് കെ ഇസ് ബദൽത്തെ ദൗർ മേ റിശ്തോं पर स्वार्थ की ഭാവന ഹാവി ഹോത്തി ജാ രഹി ഹെ. എന്നാൽ ഇത് ദുഃഖത്തിൻ്റെ ഇപ്പോൾ പറഞ്ഞ യഹ ദുഃഖ് കി ബാത്ത്, ഇതൊരു ദുഃഖമാണ് അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് എന്ന് പറയാം നമുക്ക്. ആജ് കെ ഇസ് ബദൽത്തെ ദൗർ മേ, ഇന്നത്തെ ഈ മാറുന്ന കാലഘട്ടത്തിൽ റിശ്തോं पर स्वार्थ की ഭാവന, റിലേഷനിൽ സ്വാർത്ഥതയുടെ ഭാവന, സെൽഫിഷ്നെസ്, ബന്ധങ്ങൾ പറഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രം പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ബന്ധങ്ങൾ അതിൻ്റെ അർത്ഥം. അതാണ് ഹാവി ഹോത്തേ ജാ രഹി ഹെ, അത് കൂടുതലായിട്ടും കണ്ടുവരുന്നു. ഹാവി ഹോന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡോമിനേറ്റ് ചെയ്യുക, കൂടുതൽ അങ്ങനെയാണ് കണ്ടുവരുന്നത്. റിശ്തോं में प्यार व ബന്ധുത്വ സമാപ്ത് ഹോ ഗയാ ഹെ. റിലേഷൻസിൽ സ്നേഹവും ബന്ധുത്വവും നമ്മളുടെ എന്നുള്ള ആ ഒരു ഭാവന അതെല്ലാം എന്താണ് കഴിഞ്ഞു പോകുന്നു ഇപ്പോൾ, പറഞ്ഞാൽ അതൊന്നും ഇല്ലാതാകുന്നു. ഇസ് കഹാനി മേ ഭി യദി പുലീസ് ന പഹുഞ്ചത്തി തോ പരിവാർ വാലെ കാക്ക കി ഹത്യ കർ ദേത്തെ. ഈ കഥയിലും എന്താണ്, എങ്ങാനും പോലീസുകാർ അവിടെ എത്തിയിട്ടില്ല ആ സമയത്ത് എന്നുണ്ടെങ്കിൽ പരിവാർ വാലെ അയാളുടെ ഫാമിലിക്കാർ ആ ഹരിഹർ കാക്കയുടെ കൊന്നിട്ടുണ്ടാവും. ഇൻസാനിയത്ത് തഥാ റിശ്തോं का खून तब स्पष्ट नजर आता है. ഇൻസാനിയത്ത് എന്ന് വെച്ചാൽ മനുഷ്യത്വം, റിശ്തോं का खून എന്ന് വെച്ചാൽ ബ്ലഡ് റിലേഷൻ, രക്തബന്ധം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മളുടെ ഫാമിലി തന്നെ ഉള്ളത് അതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട് തബ് സ്പഷ്ട നസർ ആത്ത ഹെ, അപ്പോഴാണ് നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എപ്പോൾ ജബ് മെഹന്ത് തഥാ പരിവാർ വാലോं को കാക്ക കെ ലിയെ അഫ്സോസ് നഹി. മെഹന്ത് പോലെയുള്ള ആൾക്കാരും പറഞ്ഞാൽ ധാർമ്മിക രീതിയിൽ നടക്കുന്ന അല്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്കും പിന്നെ ഫാമിലിയിലുള്ളവർ തന്നെ പരിവാർ വാലെ ഫാമിലിയിലുള്ള ആൾക്കാർക്കും തന്നെ കാക്ക കെ ലിയെ ഹരിഹർ കാക്കയുടെ ടുവേർഡ്സ് ഹരിഹർ കാക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഖേദമോ ദുഃഖമോ ഒന്നുമില്ല, അവർക്ക് പശ്ചാത്താപമോ ഒന്നുമില്ല. അഫ്സോസ് എന്ന് വെച്ചാൽ നമ്മൾ ഖേദം എന്ന് പറയാം.
അപ്പോൾ അങ്ങനെ യാതൊരു ഖേദവും ഇല്ല അവർക്ക് എന്തിനിങ്ങനെ ചെയ്യണമെന്നുള്ള. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്താണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൽക്കി ഉൻകി ഹത്യ ന കർ പാനെ കി അഫ്സോസ് ഹെ. അങ്ങനെ എന്തിനു ചെയ്യണമെന്നുള്ള ഖേദം ഇല്ല എന്ന് മാത്രമല്ല, അവർക്ക് എന്താണ്, അയാളെ കൊല്ലാൻ പറ്റിയില്ല എന്നുള്ള ദുഃഖമാണ് അവർക്ക്. ടീക്ക് ഇസി പ്രകാർ ആജ് റിശ്തോ സെ ജ്യാദാ ധൻ ദൗലത് കോ അഹമിയത്ത് ദി ജാ രഹി ഹെ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് റിശ്തോസെ ജ്യാദാ, ബന്ധങ്ങളെക്കാളും കൂടുതൽ ധൻ ദൗലത് കോ, പ്രോപ്പർട്ടിക്ക് ആണ് മനുഷ്യർ, സ്വത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. नेक्स्ट क्वेश्चन, यदि आपके आसपास हरिहर काका जैसी हालत में कोई हो तो ആപ്പ് ഉസ്കി കിസ് പ്രകാർ മദത് കരേങ്കെ. നിങ്ങളുടെ വീട്ടിനടുത്തെങ്ങാനും എവിടെയെങ്കിലും ഹരിഹർ കാക്കയെ പോലെ ഉള്ള ആ കണ്ടീഷനിലുള്ള ആരെങ്കിലും വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അവരെ സഹായിക്കും? യദി ഹമാരെ ആസ്പാസ് ഹരിഹർ കാക്ക ജെസി ഹാലത് മേ കോയി ഹോ തോ ഹം ഉസ്കി സഹായത നിമ്ന പ്രകാർ സെ കരേങ്കെ. നമ്മൾ ഈ താഴെ പറഞ്ഞ വിധത്തിലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യുക. സബ്സെ പെഹ്ലെ ഹം ഉസ്കെ ഘർവാലോं को समझाएंगे कि वे अपने पुनीत कर्तव्य के प्रति सचेत रहे. ഏറ്റവും ആദ്യം അവരുടെ വീട്ടുകാരെ മനസ്സിലാക്കിപ്പിക്കും. സംസായിങ്കെ, അവരെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കും, പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. എന്താണ് അപ്പനെ പുനീത് കർത്തവ്യം? പുനീത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പവിത്രമായ, നമ്മളുടെ ധർമ്മം ആണ്, നമ്മുടെ കർത്തവ്യമാണെന്നൊക്കെ പറയില്ലേ, അതാണ്. അങ്ങനെ പവിത്രമായിട്ടുള്ള അപ്പോൾ ആ കർത്തവ്യം അതിന് പിന്നെ അവർക്ക് അവയർനെസ് കൊടുക്കുക. സചേത് രഹേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അലേർട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെ അവയർനെസ് കൊടുക്കുക അതിനെ പറ്റിയിട്ട്. രണ്ടാമത്തത് അസഹായ് വ്യക്തിക്ക് ഖാൻപാൻ രഹൻ സഹൻ വസ്ത്ര ആദിക്ക് വ്യവസ്ഥ സമയാനുസാർ കരെ. അസഹായ വ്യക്തി, ആരും സഹായിക്കാനില്ലാത്ത ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിക്കുള്ള ഭക്ഷണം, പിന്നെ താമസിക്കാനുള്ള സ്ഥലം, രഹൻ സഹൻ എന്ന് വെച്ചാൽ അത്, പിന്നെ പിന്നെ ധരിക്കാനുള്ള വസ്ത്രം, ഇതെല്ലാം ഇതിൻ്റെ എല്ലാം വ്യവസ്ഥ, അറേഞ്ച്മെൻറ്റ് സമയാസമയം ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, ഉസ്കെ പരിവാർ കെ സദസ്യോं को समझाएंगे कि അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കും, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്താണ്, അസഹായ വ്യക്തിക്ക് യദി തും സഹായത കരേങ്കെ തോ ഉസ്കാ ഫൽ തുമേ അവശ്യം മിലേഗ. അസഹായ വ്യക്തി, ആരും സഹായിക്കാനില്ലാത്ത ഇതുപോലുള്ള വ്യക്തികളുടെ നീ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉസ്കാ ഫൽ, അതിൻ്റെ ഫലം തുമേ അവശ്യം മിലേഗ, നിനക്ക് തീർച്ചയായിട്ടും കിട്ടും, നിനക്ക് അതിൻ്റെ നല്ല ഫലം കിട്ടും എന്നതിൻ്റെ അർത്ഥം. അർത്ഥാത് ഉൻകി ജമീൻ സമ്പത്തി സ്വതഹ ഹി തുമേ മിൽ ജായേഗി. അതിൻ്റെ അർത്ഥം എന്താണ്, പിന്നെ അവരുടെ കാലശേഷം അവരുടെ പിന്നെ ലാൻഡോ പ്രോപ്പർട്ടിയോ എല്ലാം നിനക്ക് തന്നെ അത് കിട്ടും എന്നൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കാരണം എന്നാലെങ്കിലും അയാളെ ദ്രോഹിക്കാതെ നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇതൊക്കെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ധൂർത്ത് മെഹന്ത് പൂജാരി സാധു ആദി की റിപ്പോർട്ട് പുലീസ് में करेंगे. ധൂർത്ത് മെഹന്ത്, ആ മെഹന്ത് പൂജാരി, പിന്നെന്താണ് സാധു, ഈ സാധു പൂജാരി ഇവരൊക്കെ അല്ലേ ഇദ്ദേഹത്തിനെ അടിച്ചതും പിന്നെ കൊണ്ടുപോയി റൂമിലിട്ട് പൂട്ടിയതും ഒക്കെ. പിന്നെ മെഹന്താണ് മെയിനായിട്ട് സ്ഥലമൊക്കെ എഴുതി തരാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യും, റിപ്പോർട്ട് പുലീസ് में करेंगे, ഇങ്ങനത്തെ ഉള്ളവരെയൊക്കെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. और पुलिस को बताएंगे कि इनकी आंखों पर लालच का चश्मा लगा हुआ है. പോലീസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, പറഞ്ഞാൽ പോലീസിന് ധരിപ്പിക്കും. എന്താണ്, ഇവരുടെയൊക്കെ കണ്ണുകളിൽ അത്യാഗ്രഹത്തിൻ്റെ കണ്ണടയാണ്. ലാലച്ച് കാ ചഷ്മ, അത്യാഗ്രഹത്തിൻ്റെ കണ്ണടയാണ്. അതിൻ്റെ അർത്ഥം ഇവർക്ക് അത്യാഗ്രഹം കൊണ്ട് കണ്ണ് കാണുന്നില്ല, ഇവർ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. ഈ അസഹായ വ്യക്തിക്ക് ജമീൻ പർ ബലപൂർവ്വം കബ്ജ കർണ ചാഹത്തെ ഹെ. ഈ അസഹായ വ്യക്തിയുടെ പിന്നെ ലാൻഡിലൊക്കെ ഇവർ ബലപൂർവകമായിട്ട് ഇവർ അതിനെയൊക്കെ കയ്യിലാക്കാൻ നോക്കുകയാണ്. കബ്ജ കർണ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവരെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ധരിപ്പിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഭായിയോ മെഹന്ത് സാധു വ പൂജാരിയോ की ഖബർ മീഡിയ को दे देंगे. ഇയാളുടെ ബ്രദേഴ്സ് മെഹന്ത്, സന്യാസി, പൂജാരി ഇവരെയൊക്കെ പറ്റിയിട്ട് മീഡിയയിൽ വേണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യും. പിന്നെ എല്ലാം ലോകം മുഴുവൻ അറിഞ്ഞോളും അല്ലേ. താക്കി ഉൻക ദുഷ്ട പ്രചാർ ഹോ സക്കെ. അങ്ങനെയുള്ളവരുടെ ദുഷ്ടപ്രചാരം നടത്താൻ വേണ്ടിയിട്ട്. കാരണം ഇവർ നല്ല ആൾക്കാരല്ല, ഇവരിങ്ങനെയാണെന്ന് ദുഷ്ടപ്രചാരം, അതിന് വേണ്ടിയിട്ട് മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യും. സാത്ത് ഹി സർക്കാരി ഹസ്തക്ഷേപ് സെ ഉन्हें अपने किए की सजा मिल सके. साथ ही हरिहर काका जैसे व्यक्ति को न्याय मिल सके. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്താ ചെയ്യുക, സർക്കാരി ഹസ്തക്ഷേപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, ഹസ്തക്ഷേപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ്, അവരുടെ ഇടപെടൽ നടത്തും. അപ്പനെ കിയേക്ക് സജ മിൽ സക്കെ, അവർ ആ ചെയ്ത തെറ്റിന് അവർക്ക് ഉള്ള ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്. സാത്ത് ഹി ഹരിഹർ കാക്ക ജैसे വ്യക്തിക്ക് ന്യായ മിൽ സക്കെ, ഹരിഹർ കാക്കയെ പോലുള്ള വ്യക്തികൾക്ക് ന്യായവും കിട്ടാൻ വേണ്ടിയിട്ട്. नेक्स्ट क्वेश्चन, हरिहर काका के गांव में यदि मीडिया की पहुंच होती तो उनकी क्या स्थिति होती? ഹരിഹർ കാക്കയുടെ ഗ്രാമത്തിൽ എങ്ങാനും മീഡിയയുടെ റീച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എങ്ങനെയായിരിക്കും? അപ്നെ ശബ്ദമേ ലിഖിയെ, അത് വിവരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞാൽ പണ്ടത്തെ കഥയാണ്. ആ സമയത്ത് മീഡിയ ഒന്നും ഇത്ര അധികമൊന്നും ഇല്ലാത്ത സമയമാണ്. കവിഞ്ഞു വന്ന ന്യൂസ് പേപ്പർ ഉണ്ടാവും, അതും ആ ലോക്കലൊക്കെ കുറച്ച് ആൾക്കാർക്ക് അറിയാൻ പറ്റും, അത്രേ ഉള്ളൂ. അതും കൂടി ബുദ്ധിമുട്ടാണ്.
ഇപ്പം എന്താണ്, എവിടെയാണെന്നുണ്ടെങ്കിലും വിത്തിൻ നോ ടൈം മീഡിയ എത്തും, നമുക്കെല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാലത്താണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഒന്ന് വെറുതെ ഒരു കഥ പോലെ ഒന്ന് ആലോചിച്ച് എഴുതുക. हरिहर काका का जिस प्रकार से घर अर्थात खून के रिश्तों से विश्वास उड़ चुका था, ഹരിഹർ കാക്കയ്ക്ക് ഏത് തരത്തിലാണോ ധർമ്മം പറഞ്ഞാൽ മെഹന്തൊക്കെ ഇതുപോലുള്ള അന്യായമല്ലേ ചെയ്തത്, പൂജാരികളൊക്കെ തന്നെ അങ്ങനെയല്ലേ ചെയ്തത്. അപ്പോൾ ധർമ്മത്തിൽ നിന്നും പിന്നെ ഘർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂൻ കെ റിസ്തെ അവരുടെ ബ്ലഡ് റിലേഷൻ തന്നെ അങ്ങനെയുള്ളവരിൽ നിന്ന് തന്നെ അയാൾക്ക് വിശ്വാസമൊക്കെ പോയി കഴിഞ്ഞിരുന്നു. ഉസ്സേ വേ മാനസിക് രൂപ് സെ ബീമാർ ഹോ ഗേ തെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണത്താൽ അദ്ദേഹം മാനസികമായിട്ട് പിന്നെ സുഖമില്ലാതായി. വേ ബിൽക്കുൽ ചുപ്പ് രഹത്തെ തെ. അദ്ദേഹം എപ്പോഴും മിണ്ടാതിരിക്കാൻ തുടങ്ങി. കിസി കി ഭി കോയി ബാത് കാ കോയി ഉത്തർ നഹി ദേത്തെ തെ. ആര് എന്ത് പറഞ്ഞാലും അതിന് ഒരു ഉത്തരവും കൊടുക്കുമായിരുന്നില്ല. വർത്തമാൻ ദൃഷ്ടി സെ യദി ദേഖാ ജായേ തോ ആജ് മീഡിയ കി അഹം ഭൂമിക ഹെ. അപ്പോൾ ഇന്നത്തെ കാലത്താണ് ഇങ്ങനെ ഒരു സംഭവം എന്ന് ഉണ്ടെങ്കിൽ വർത്തമാൻ ദൃഷ്ടി സെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്താണ്, മീഡിയ കി അഹം ഭൂമിക ഹെ. മീഡിയയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് അതിൽ ഉള്ളത്. മീഡിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. लोगों को सच्चाई से अवगत करना उसका मुख्य कार्य है. लोगों को ജനങ്ങളെ സച്ചായി വാസ്തവം എന്താണെന്ന് വെച്ചാൽ അഥവാ സത്യം എന്താണെന്ന് വെച്ചാൽ അതിനെ അവെയർനെസ് ആക്കുക, അതിനെ എല്ലാവരിലേക്കും അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മുഖ്യ കാര്യം, മെയിൻ ആയിട്ടുള്ള കാര്യം. ആരുടെ മുഖ്യ കാര്യം? മീഡിയയുടെ. പറഞ്ഞ സത്യം എന്താണെന്നുള്ളത് മനുഷ്യരിൽ പബ്ലിക്കിൽ എത്തിക്കുക എന്നാണ് അവരുടെ മെയിൻ കാര്യം. അല്ലാണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇൻവോൾവ് ആകുകയല്ല. ജനസഞ്ചാർ കെ ദ്വാര घर घर में बात पहुंचाई जा सकती है. ജനസഞ്ചാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ ഒരേ സമയം കുറേ അധികം ആളുകളിൽ കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുക. അതെന്താണ്? ന്യൂസ് പേപ്പർ, TV, റേഡിയോ, ഇതെല്ലാം എന്താണ്? ജനസഞ്ചാർ തന്നെയാണ്. ജനസഞ്ചാർക്ക് ദ്വാര അല്ല ദ്വാര കേട്ടോ. ദായിൻ്റെ താഴെ ഒരു ചെറിയ വ എന്നിട്ട് അതിൻ്റെ മാത്രം ദ്വാര. അപ്പോൾ അങ്ങനെയുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ഓരോ വീടുകളിലും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എത്താൻ കഴിയും, ഈ ന്യൂസൊക്കെ എത്താൻ കഴിയും. ഇസ്കെ ദ്വാര, ഈ ദ്വാര എന്ന് കണ്ടില്ലേ, ഇതുപോലെയാണ് ആദ്യം വരേണ്ടത് കേട്ടോ. ഇസ്കെ ദ്വാര ലോഗോ തഥാ സമാജ് തക് ബാത് പਹੁഞ്ചാന ആസാൻ ഹെ. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ട് സമാജത്തിൽ എല്ലാവിടേക്കും ബാത് പਹੁഞ്ചാന, ഈ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ നമുക്ക് എളുപ്പമാണ്. എല്ലാ മനുഷ്യരിലേക്കും സമാജത്തിലേക്കും കാര്യങ്ങൾ എത്തിക്കാൻ എളുപ്പമാണ്. യദി ഹരിഹർ കാക്ക കി ബാത്ത് മീഡിയ തക് പहुंची जाती तो. ഇനി എങ്ങാനും ഈ ഹരിഹർ കാക്കയുടെ കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ മീഡിയ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഷായത് സ്ഥിതി തൊടി ഭിന്നു ഹോത്തി. ഒരുപക്ഷെ സ്ഥിതികളെല്ലാം ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. വേ അപ്പനി ബാത്ത് ലോഗോं के सामने रख पाते. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ അത് ജനങ്ങളുടെ മുന്നിൽ പറയാനുള്ളൊരു ചാൻസ് കിട്ടും. ഇപ്പം എന്താണ്, ഒന്നും വായ തുറക്കാനുള്ള ചാൻസ് ഇല്ല അല്ലേ. और स्वयं पर हुए अत्याचारों के विषय में लोगों को जागृत करते. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മേലെ നടന്ന അത്യാചാരങ്ങൾ, ടോർച്ചർ, അതെല്ലാം അതിനെ പറ്റിയിട്ടൊക്കെ ജനങ്ങളുടെ അടുത്ത് ജാഗൃത് കർത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവെയർനെസ്, അല്ലാന്നുണ്ടെങ്കിൽ പറയുക, അവരുടെ അടുത്ത് പറയാനൊക്കെ ഉള്ളൊരു ചാൻസ് കിട്ടും. ഹരിഹർ കാക്കോ മീഡിയ ടീക് പ്രകാർ സെ ന്യായ് ദിൽവാത്തി. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എന്താവും, മീഡിയയുടെ ത്രൂ ഹരിഹർ കാക്കയ്ക്ക് ന്യായം കിട്ടാനുള്ള സാധ്യതയുണ്ട്. उन्हें स्वतंत्र रूप से जीने की व्यवस्था उपलब्ध करवाने में मदद करती. പിന്നെ മീഡിയ എന്താ ചെയ്യാൻ പറ്റുക, അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ, ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഉപലബ്ധ് കർവാനേമേ മദത് കർത്തി. പറഞ്ഞാൽ അങ്ങനെ കിട്ടാൻ ഉപലബ്ധ് കർവാനേമേ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും മീഡിയ. ജിസ് പ്രകാർ കെ ദബാവ് മേ വേ ജി രഹേ തെ. ഏത് തരത്തിലുള്ള ദബാവ് എന്ന് വെച്ചാൽ പ്രഷറിലാണോ അദ്ദേഹം ജീവിക്കുന്നുണ്ടായിരുന്നത്, വൈസി സ്ഥിതി മീഡിയ കി സഹായത മിൽനെ കെ ബാദ് നഹി ഹോത്തി. അതുപോലൊരവസ്ഥ മീഡിയയുടെ ഹെൽപ്പ് കിട്ടിയതിന് ശേഷം ഉണ്ടാവാൻ സാധ്യതയില്ല. അതായത് കുറച്ചുകൂടി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള 10 ക്വസ്റ്റ്യൻസ് ആണിത് കേട്ടോ. ഇനി NCERT സൈറ്റിൽ ദീർഘോത്തരയി ലഘുത്തരയി എന്നൊക്കെ പറഞ്ഞിട്ട് 25-30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ അതും കൂടി അടുത്ത പാർട്ട് 2 ഉം 3 ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.